പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. മണ്ഡലകാലമാണല്ലോ. എല്ലാ മണ്ഡലത്തിലും ഉത്സവവുമാണല്ലോ. ഉത്സവം കൂടാൻ ഇന്ന് ഇടുക്കിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഡീൻ കുര്യാക്കോസിന് ആ പോരായ്മയുണ്ട്. പക്ഷേ അത് ഐക്യജനാധിപത്യത്തിനോട് അഭിമാനമാണ്, നമ്മുടെ സംസ്കാരമാണ്. നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ ഡീൻ കുര്യാക്കോസിന് എല്ലാ ഞാൻ ഇവിടെ ഈ സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇത് വിജയിക്കുമോ എന്ന് ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇടുക്കിയിലെ ജനങ്ങളെ, മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമുള്ള ജനങ്ങളെ, ഇത് ആദ്യത്തെ കാഴ്ചയാണ്. ഇനി നിയോജകമണ്ഡല സമ്മേളനങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഓരോ നിയോജകമണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാൻ, എല്ലാം ഓപ്പൺ ഗ്രൗണ്ടിലാണ്, ഒരു ഹോളിലുമല്ല. ജോയിസ് ജോർജിന്റെ മീറ്റിംഗ് എല്ലാം രഹസ്യ മീറ്റിങ്ങുകളാണ്. തൊടുപുഴയിലാണെങ്കിൽ EAP ഹോൾ ഒരു 300-400 പേരുമുണ്ട്. ഓക്കെ. എന്നാൽ അവിടെ 4,000 പേരെ വെച്ച് തൊടുപുഴത്തെ വലിയ ഗ്രൗണ്ടിൽ 26-ാം തീയതി മീറ്റിംഗ് ചേരുകയാണ്. അതായത് PJ ജോസഫ് ഒരു മുഴുക്ക് കോൺഗ്രസ്സുകാരനായിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കോണം. ഇടുക്കിയിൽ UDFന്റെ തേര് തെളിക്കുന്നത് PJ ആണ്. ഡീൻ കുര്യാക്കോസ് ഈ കഴിഞ്ഞ 5 കൊല്ലം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ജോയിസ് ജോർജ് നടത്തുന്ന ഓരോ പ്രസ്താവന ഞാൻ അപ്പം മറുപടി കൊടുത്തിട്ടുണ്ട്. ചുട്ട മറുപടി. വിനയാന്വിതനായ ഡീൻ, ഞാനത് പലപ്പോഴും കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. കൃത്യമായ മറുപടി. അതിന് പിന്നെ ജോയിസ് ജോർജിന് മറുപടിയില്ല. പിന്നെ അവകാശവാദങ്ങളാണ്. ഞങ്ങൾ MLA-മാർ റോഷി അഗസ്റ്റിൻ എവിടെ, ഓരോ മണ്ഡലത്തിലും ഒരു 7 കോടി രൂപ തൊടുപുഴയ്ക്കും അത്രയും തന്നെ ഇടുക്കിക്കും. അത് വലിയ തുകയല്ല. റോഡിൻ്റെ പേരും കൊടുത്തു. അപ്പം ഈ PWD ഓഫീസിൽ നിന്ന് എങ്ങനെയോ കക്ഷി അറിഞ്ഞു ഇങ്ങനെ ലിസ്റ്റുണ്ടെന്ന്. ഒറ്റ പ്രസ്താവനയാണ്. ഇന്ന റോഡുകൾ ഞാൻ അനുഭവിപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ 2 പേരെയും കൂടെ കൂട്ടി നമ്മുടെ മന്ത്രി MM മണിയും ജോയിസ് ജോർജും CV വർഗീസും ചേർന്നാണ് അനുവദിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നത്, ഇത്രയും ജാട കൊള്ളാവോ? ആരാകട്ടെ ജാട. അതിപ്പോൾ എല്ലാവർക്കും എടുത്ത് അണിയാൻ പറ്റില്ലല്ലോ PJ. അതിൻ്റെ വിരുദ്ധുള്ളവർക്കല്ലേ അത് പറ്റൂ. അത് വിട്, ജാട വിട്. ഡീനിൻ്റെ വിജയം ഉറപ്പിക്കാൻ നോക്ക്. ഈ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം എങ്ങനെയാണ്? 54,000 ഇല്ലേ ജോയിസ് ജോർജ്? 51,000. അതിലെ തൊടുപുഴത്തെ ഭൂരിപക്ഷം ഡീന 3,000 വോട്ട്. അതെങ്ങനെയോ വോട്ടൊക്കെ പോയെന്ന് അറിഞ്ഞൂടെ. പക്ഷേ ഞാൻ മത്സരിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടി, 45,000 ഭൂരിപക്ഷം. 45,587. ഇത്തവണ എത്ര വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന പോലെ കണക്കാക്കി പ്രവർത്തിക്കണമെന്ന് അവളോട് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ. മാണി ഗ്രൂപ്പുകാർക്ക് കാര്യം മനസ്സിലായോ എന്തോ? PJ ജോസഫ് ഇനി കോട്ടയത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ചാഴികാടനെ മാണി സാറും മോനും കൂടി ചുമന്നോണം. PJ ഇനി ഇക്കൂട്ടത്തിലാണ്. ഈ മീറ്റിംഗ് ഒരു കാര്യത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ റെക്കോർഡ് വന്നിരിക്കുകയാണ്. കേരളത്തിൽ നടന്ന പാർലമെന്റ് കൺവെൻഷനുകൾ വെച്ച് ഏറ്റവും വലിയ
ഏറ്റവും വലിയ കൺവെൻഷൻ നിങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഞാൻ PJ ജോസഫുമായിട്ട് സംസാരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ അദ്ദേഹം ആണ് എന്നെ വിളിച്ചത്. കേട്ടല്ലോ, മാണി ഗ്രൂപ്പുകാർ കേട്ടല്ലോ. PJ ആണിപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യ സംഘാടകൻ. ശ്രീ ഡീൻ കുര്യാക്കോസിന് തൻ്റെ അനുഭവങ്ങൾ, തന്നെ പരാജയപ്പെടുത്തിയ ജനങ്ങളോടൊപ്പം നിന്ന് 5 കൊല്ലം പ്രവർത്തിക്കാൻ, അവരുടെ മാർഗനിർദ്ദേശങ്ങൾ കേട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഡീൻ്റെ ഏറ്റവും വലിയ വിജയം. അതാണ് 5 കൊല്ലമായി ആസ്വദിച്ചു പോരുന്നത് എന്ന് PJയും പറഞ്ഞല്ലോ. അതിൻ്റെ ഗുണം ഇനി കാണാൻ പോവുകയാണ്. കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, നമ്മുടെ ലക്ഷ്യം 20-ൽ 20 എന്ന് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞപ്പോൾ 20-ൽ 20 പറഞ്ഞതിൽ തെറ്റില്ല എന്ന് പലരും, UDFക്കാരല്ലാത്തവർ പോലും പറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഇതാ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം കൂടി ഇന്നല്ലെങ്കിൽ നാളെ വരുമ്പോൾ 20-ൽ 20 ഒരു യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്, യാതൊരു സംശയവുമില്ല. 20-ൽ 21 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായേനെ. അഥവാ രാഹുൽ ഗാന്ധി കർണാടകത്തിലാണെങ്കിൽ ആ മണ്ഡലം കൂടി കേരളത്തിൽ എടുത്താൽ മതിയല്ലോ.